സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ ഫ്ലെക്സിബിൾ മിറർ ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ മിറർ നിർമ്മിക്കാം. ഫ്ലെക്സിബിൾ മിറർ ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്ലെക്സിബിൾ കാർഡ്ബോർഡ്, പിന്നെ നമ്മൾ ഈ ബുക്കൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന സിൽവർ കോട്ടിംഗ് ഉള്ള കവറാണിത്, അത് വേണം. പിന്നെ ഗ്ലൂ വേണം. ഈ കവർ ഈ കാർഡ്ബോർഡിൻ്റെ അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലൂ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ്സിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുളിവൊന്നുമില്ലാതെ ഒടിച്ചു കൊടുക്കാം. ഒരു സ്കെയിൽ എടുത്തിട്ട് ഒടിച്ചെടുക്കാൻ നന്നാവും, ചുളിവൊന്നും വരാതെ. അപ്പോൾ അത് നമ്മുടെ പ്ലെയിൻ മിറർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ടോയിൻ്റെ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്ലെക്സിബിൾ മിററും. നോക്കൂ, ഞാൻ ഈ പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ ഈ വസ്തു വെച്ചിട്ടുണ്ട്. ഈ വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഇമേജ് തന്നെയാണ് ഈ പ്ലെയിൻ മിററിലും കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ മിററിനെ ഒന്ന് മുന്നിലോട്ട് തള്ളി നോക്കാം. ഇപ്പോൾ ഈ വസ്തുവിൻ്റെ ചെറിയ ഇമേജാണ് നമുക്ക് ഈ മിററിൽ കാണാൻ കഴിയുന്നത്. ഇത്തരം ചെറിയ ഇമേജുകൾ കാണുന്ന മിററിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മിററിനെ പിറകിലോട്ട് തള്ളി നോക്കാം. ഇപ്പോൾ വസ്തുവിൻ്റെ വലിയ ഇമേജാണ് നമുക്ക് മിററിൽ കാണാൻ കഴിയുന്നത്. ഇത്തരം മിററുകളെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഒരു ക്യാൻഡിൽ ഉപയോഗിച്ച് ഇത് ചെയ്തു നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ക്യാൻഡിൽ ഈ പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് ഈ പ്ലെയിൻ മിററിലും കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ മിററിനെ ഒന്ന് മുന്നിലോട്ട് തള്ളി നോക്കാം. ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ചെറിയ ഇമേജാണ് നമുക്ക് ഈ മിററിൽ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് മിററിനെ പിറകിലോട്ട് തള്ളി നോക്കാം. ഇപ്പോൾ ക്യാൻഡിലിൻ്റെ വലിയ ഇമേജാണ് നമുക്ക് മിററിൽ കാണാൻ കഴിയുന്നത്. എൻ്റെ ഈ പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കോൺകേവ് മിററും കോൺവെക്സ് മിററും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.